റാഗിംഗ് ചട്ടപരിഷ്കരണത്തിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ വിമർശനം. കർമ്മസമിതി രൂപീകരണത്തിൽ കൂടുതൽ സമയം അനുവദിക്കാനാകില്ല. ഇടക്കാല ഉത്തരവിലെ ആദ്യ നിർദ്ദേശമെങ്കിലും ഉടൻ നടപ്പിലാക്കണമെന്ന് സർക്കാരിനോട് കോടതി. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, വിവരങ്ങൾ. വർദ്ധിച്ച സാഹചര്യത്തിൽ ചട്ടങ്ങളിൽ പരിഷ്കാരം വരുത്തണമെന്ന് നേരത്തെ ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നതാണ്. ഇന്ന് ഈ കെൽസിയുടെ ഹർജി വീണ്ടും പരിഗണനയ്ക്ക് വന്ന സമയത്താണ് സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് കൂടുതൽ സാവകാശം വേണമെന്നുള്ള ഒരു ആവശ്യം ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. ഒരാഴ്ച സമയം ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ, വിശദാംശങ്ങൾ അത് ഏത് വിധത്തിൽ മുന്നേറുന്നു എന്ന കാര്യം അറിയിക്കാനായിട്ട് തങ്ങൾക്ക് വേണമെന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. പക്ഷെ ഹൈക്കോടതി പറഞ്ഞത് കൂടുതൽ സമയം ഇനിയും അനുവദിക്കാനാകില്ല. ഇടക്കാല ഉത്തരവിലെ ആദ്യത്തെ നിർദ്ദേശമെങ്കിലും ഉടനടി നടപ്പാക്കണം. അതായത് ഈ കർമ്മസമിതി രൂപീകരിക്കുന്ന കാര്യത്തിൽ വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കാനായിട്ടാണ് സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കർമ്മസമിതി രൂപീകരണത്തിന്റെ കരട് അത് ഒരാഴ്ചയ്ക്കുള്ളിൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും വേണം. ഇതിന് ഒരാഴ്ച സമയമാണ് സർക്കാരിന് ഹൈക്കോടതി അനുവദിച്ചിട്ടുള്ളത്. ഹർജി ഹൈക്കോടതി ബുധനാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ കെൽസിയുടെ ഹർജിയിൽ അതായത് കർശനമായിട്ടുള്ള റാഗിംഗ് വിഷയത്തിൽ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കെൽസ നൽകിയിട്ടുള്ള പൊതുതാൽപര്യ ഹർജിയിൽ 2 കക്ഷി ചേരൽ അപേക്ഷകൾ കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കോടതിയിൽ വന്നിരുന്നു. ഒന്ന് കോൺഗ്രസ് നേതാവായിട്ടുള്ള ചെന്നിത്തല നൽകിയ കക്ഷി ചേരൽ അപേക്ഷയും മറ്റൊന്ന് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ മരിച്ച സിദ്ധാർത്ഥന്റെ അമ്മ എം.ആർ. ഷീബ നൽകിയ കക്ഷി ചേരൽ അപേക്ഷയുമായിരുന്നു. ഈ 2 അപേക്ഷകളും ഹൈക്കോടതി പക്ഷേ അംഗീകരിച്ചില്ല. മറിച്ച് ഈ കർമ്മസമിതിയുടെ മുൻപിൽ, അതായത് വിദഗ്ധരടങ്ങിയ കർമ്മസമിതിയുടെ മുൻപിൽ ഈ തങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അതിന്റെ വിശദാംശങ്ങളും വിവരങ്ങളും ധരിപ്പിക്കാമെന്നാണ് അപേക്ഷകർക്ക് ഹൈക്കോടതി നൽകിയിട്ടുള്ള മറുപടി. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കർമ്മസമിതി രൂപീകരണത്തിന്റെ വിശദാംശങ്ങൾ, അതിന്റെ കരട് സമർപ്പിക്കാനായിട്ട് സർക്കാരിന് ഒരാഴ്ച സാവകാശം നൽകിക്കൊണ്ട് ബുധനാഴ്ചത്തേക്ക് പ്രസ്തുത ഹർജി ഹൈക്കോടതി മാറ്റിയിരിക്കുകയാണ്. രോഹിണി. ശരി, രേഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.